നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരിയിൽ തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ചു. വടക്കാഞ്ചേരി അരിമ്പൂർ വീട്ടിൽ 45 വയസ്സുള്ള സേവ്യറാണ് മരിച്ചത്. സുഹൃത്ത് അനീഷിനും കുത്തേറ്റു. പ്രതി വിഷ്ണു സംഭവശേഷം ഒളിവിലാണ്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് പൊന്നൂക്കരയിൽ സുഹൃത്തിനെ ഭിത്തിയിലിടിച്ച് കൊലപ്പെടുത്തി. പൊന്നൂക്കര സ്വദേശി ചിറ്റേത്ത് പറമ്പിൽ 45 വയസ്സുള്ള സുധീഷ് ആണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സുഹൃത്തും ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഴക്കോട് കടയുടെ മുന്നിൽ കാർ നിർത്തിയിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കടയുടമ കുഴഞ്ഞു വീണ് മരിച്ചു. സിദ്ദിഖ് സ്റ്റോർ ഉടമ കുറ്റിമൂച്ചിക്കൽ 55 വയസ്സുള്ള അബ്ദുൾ അസീഫാണ് മരിച്ചത്. തലൂരിൽ ദേശീയപാത ഡിവൈഡറിലെ കുഴിയിൽപ്പെട്ട് റോഡിലേക്ക് വീണ വയോധികൻ കാറിടിച്ച് മരിച്ചു. മരോട്ടിച്ചാൽ സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ 78 വയസ്സുള്ള ജോസഫാണ് മരിച്ചത്. ഏങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി തൃശൂർ കൺട്രോൾ റൂമിലെ പോലീസുകാരൻ മരിച്ചു. വിയ്യൂർ സ്വദേശി 51 വയസ്സുള്ള രമേശ് ബാബുവാണ് മരിച്ചത്. ഉത്രാളിക്കാവ് പൂരം കണ്ട് മടങ്ങുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ മുണ്ടത്തിക്കോട് CPM ബ്രാഞ്ച് സെക്രട്ടറി മരിച്ചു. പന്തക്കൽ വീട്ടിൽ വിശ്വംഭരന്റെ മകൻ 34 വയസ്സുള്ള ബിബിനാണ് മരിച്ചത്. അത്താണി സിൽക്കിലെ ജീവനക്കാരനാണ്. ഇന്ന് മഹാശിവരാത്രി. വടക്കുനാഥ ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെ ശിവരാത്രി ആഘോഷിക്കുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് നടത്തിയ മഹാപരിക്രമ ഘോഷയാത്രയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പത്മശ്രീ IM വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീരുദ്ര ഹോമം നടന്നു. കക്കാട് വാസുദേവൻ നമ്പൂതിരി പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടാൻ സാധ്യത. വെള്ളിയാഴ്ച മുതൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. മലയോരത്തെ പാടശേഖരങ്ങളിൽ കളശല്യം രൂക്ഷമായി. മുണ്ടകൻ പാടങ്ങളിലാണ് കളശല്യം കൂടുതലായി കാണപ്പെടുന്നത്. കളനാശിനി ഉപയോഗിച്ചിട്ടും കളശല്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്ന് കർഷകർ. ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി കോമരം കൽപ്പന നൽകിയതിനു ശേഷം ദേശങ്ങൾ ഉപചാരം ചൊല്ലി വിടവാങ്ങിയതോടെ ഉത്രാളിക്കാവ് പൂരത്തിന് സമാപനമായി. മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവി P. ഭാസ്കരനാണെന്ന് ശ്രീകുമാരൻ തമ്പി അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നടന്ന ഭാസ്കര സന്ധ്യയിൽ P. ഭാസ്കരൻ പുരസ്കാരം P. ജയചന്ദ്രനെ മരണാനന്തര ബഹുമതിയായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AITUC തൃശൂർ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നാളെ നടക്കുന്ന തീരദേശ ഹർത്താലിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ബഹുജന ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ തൊയ്ക്കാവ് ഫാത്തിമ റോഡിൽ മരത്തിന് മുകളിലുള്ള വലിയ കടന്നൽക്കൂട് ഭീതി പടർത്തുന്നു. രായമരക്കാർ വീട്ടിൽ ഖാദറിന്റെ വീട്ടുമുറ്റത്തെ മരത്തിലാണ് വലിയ കടന്നൽക്കൂട് കണ്ടെത്തിയത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 64,400 രൂപയായി. 8,050 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി അടിപ്പാതയില്ലാത്ത 3 പ്രധാന സെന്ററുകളിൽ നടപ്പാത നിർമ്മിക്കാൻ ബെന്നി ബെഹനാൻ MP-യുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. കയ്പമംഗലം കൊപ്രക്കളം സെന്ററിലും കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസ് ഭാഗത്തും SN പുരം പള്ളിനടയിലുമാണ് ഫുട് ഓവർ ബ്രിഡ്ജുകൾ പണിയുക. എഴുത്തുകാരൻ ബാപ്പു വലപ്പാടിന്റെ നോവലായ ശുക്കറിന്റെ പ്രകാശനം നാട്ടികയിൽ നടന്നു. ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടന്തരപ്പള്ളിയിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിലെ 6ാം വാർഡിൽ നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. പെരിവല്ലൂർ ശ്രീ കോട്ടുകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണിക്ക് കൊടിയേറി. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അരുൺകുമാർ എംബ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്രത്തിലെ അശ്വതി വേല മഹോത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തോടനുബന്ധിച്ച് നാടൻ കലാരൂപങ്ങൾ, കളംപാട്ട്, ചുറ്റുവിളക്ക്, തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി.
NCC ദേശീയ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് കുട്ടനല്ലൂരിലെ NCC നഗർ സന്ദർശിച്ചു. കേരള ആൻഡ് ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ എറണാകുളം ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ ബറ്റാലിയനുകളുമായി കൂടിക്കാഴ്ച നടത്തി. തിരുവില്ലാമല കുടുംബശ്രീ CDS വാർഷികാഘോഷം യുവാർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ അധ്യക്ഷത വഹിച്ചു. ഏനാമക്കൽ കൈരളി കലാവേദിയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 1-3 ഗോളുകൾക്ക് പ്ലേ ബോയ്സ് കുട്ടനല്ലൂർ ജേതാക്കളായി. തൃശൂർ C. അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജ് സംഘടിപ്പിച്ച അഖില കേരള മാത്തമാറ്റിക്സ് ഫെസ്റ്റ് സമാപിച്ചു. കേന്ദ്ര സംസ്കൃത സർവകലാശാല ഡയറക്ടർ പ്രൊഫസർ KK ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജനകീയ ബഡ്ജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ് BJP കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കത്തുകൾ അയച്ചു. മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ്, ജനറൽ സെക്രട്ടറി ജെമി, വൈസ് പ്രസിഡന്റുമാരായ LK മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം ചക്കരപ്പാടം ഏറാട്ട് ശ്രീമൂലസ്ഥാനം ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും ഉത്സവവും മാർച്ച് 1 മുതൽ 7 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. KPCC വിചാർ വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രഭാഷണ പരമ്പര നടത്തും. പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ UDF നേതാവ് KNA ഖാദർ MLA ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ കാവിഷിക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പുരസ്കാര വിതരണം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസുകളിലേക്ക് ശനിയാഴ്ച മാർച്ച് സംഘടിപ്പിക്കും. നെല്ലും മീനും പദ്ധതിയുടെ ഭാഗമായുള്ള മീൻ കൃഷി മാർച്ച് 31-ന് അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് KSKTU ജനറൽ സെക്രട്ടറി N. ചന്ദ്രൻ ആവശ്യപ്പെട്ടു. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കരകന്നൂർ വടക്കേടത്ത് മന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കീഴ്ശാന്തി രാമദാസ് നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ബാഡ്മിന്റൺ ലീഗ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ മുതൽ നടക്കും. 4 ദിവസങ്ങളിലായി നടക്കുന്ന ബാഡ്മിന്റൺ ലീഗ് മത്സരം നാളെ വൈകിട്ട് P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട കല്ലേറ്റുംകര ഉണ്ണിമിശിഹ ദേവാലയത്തിൽ ഓഫീസിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് മോഷണം നടന്നത്. ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു. ഒല്ലൂർ പള്ളിക്ക് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് യുവാവിനെ പരിക്കേറ്റു. വടക്കേങ്ങാടി സ്വദേശി ജിതിനാണ് പരിക്കേറ്റത്. തോളൂർ വെറ്റിനറി ഡിസ്പെൻസറിക്ക് സമീപം മരക്കൊമ്പ് കാറ്റിലൊടിഞ്ഞു വീണ് കെട്ടിടത്തിന് മുകളിലെ ഷീറ്റ് തകർന്നു. തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി സ്ഥലം സന്ദർശിച്ച് മരം മുറിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി രാസലഹരിയുമായി 3 പേരെ ആളൂർ പോലീസ് പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി ക്രിസ്റ്റോ, മണക്കലപ്പടി സ്വദേശി ജസ്വിൻ, അവിട്ടത്തൂർ സ്വദേശിയായ പ്രായപൂർത്തിയാകാത്തയാൾ എന്നിവരെയാണ് പിടികൂടിയത്. വാടക കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഗൃഹനാഥനെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇരുമ്പുവടി കൊണ്ട് മർദ്ദിച്ചതായി പരാതി. കൊടകര ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ രഘുവിനാണ് മർദ്ദനമേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കൊടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവിണിശ്ശേരി ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തി നിർഭരമായി. വിവിധ പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി വരവുണ്ടായി. ആദിവാസി ഭൂസമര നേതാവ് MN പുഷ്പൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. വരന്തരപ്പിള്ളി കള്ളിച്ചിത്ര നഗർ സ്വദേശിയാണ്. ദീർഘകാലം പട്ടികവർഗ സഹകരണ സംഘം പ്രസിഡന്റായിരുന്നു. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജത്തിനു കീഴിലെ ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ സമൂഹാഭിഷേകം നടന്നു. തന്ത്രി പ്രതിനിധി മണികണ്ഠൻ, മേൽശാന്തി കുട്ടൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.